ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് ഏതൊക്കെ മേഖലകളിലെ പണികളാണ് പോവുക എന്നൊക്കെ പല ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് തിരിച്ചു ചിന്തിച്ചാലോ, ഈ എയുടെ വരവ് ഏതൊക്കെ തൊഴിൽ സാധ്യതകളെയാണ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ആക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തൊഴിൽ സാധ്യതകളെയാണ് കുറച്ചും കൂടെ മികച്ചതാക്കുന്നത് നോക്കിയാലോ. ഇന്നലെ നമ്മുടെ എറണാകുളം ഹയാത്തിൽ IBM-ഉമായി KSIDC സഹകരിച്ചുകൊണ്ട് ഒരു AI കോൺക്ലേവ് നടന്നിരുന്നു. അത് IBM-ന്റെ തന്നെ വാട്സൺ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ പല AI സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. അതായത് അതിൽ ഭാവിയിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന സംരംഭങ്ങൾക്ക്, അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്, തൊഴിൽ സാധ്യതകൾ ഒരുപാട് കാണും. ഉദാഹരണത്തിന് നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ലോക്കൽ ബോഡീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്. ശരിക്കും അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ? ഏതൊക്കെ കർഷകർക്ക് എന്തൊക്കെ സ്കീമാണ് അറിയുന്നുണ്ടോ അവർ? അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു AI പ്ലാറ്റ്ഫോം ഞാനവിടെ കണ്ടു. ഒറ്റ ക്ലിക്കിൽ ഏതാണ് കൃഷി, അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്തൊക്കെ സ്കീമുകളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു AI പ്ലാറ്റ്ഫോം. അതുപോലെ പ്രായമായവർക്ക് ഓർമ്മ നശിച്ചു പോകുന്നത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ന്യൂറോൺസിന് എക്സസൈസ് കൊടുക്കുന്ന പല ഓർമ്മകളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു AI പ്ലാറ്റ്ഫോം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാനും ആസ്വദിക്കാനും അതുപോലെ ന്യൂറോൺസിനുള്ളൊരു എക്സസൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ അതിൻ്റെ ചെറിയ വെർഷൻസൊക്കെ അലക്സ, അവരൊക്കെ പഴയ മീൻസ് അങ്ങനെ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സൗണ്ട് നമ്മളോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഭൂമിയെ കൃത്യമായി ഓരോ ദിവസവും മാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂജ് ഡാറ്റ നാസയുമായി സഹകരിച്ച് IBM ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഡാറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഇത്രയും വർഷത്തെ ഡാറ്റ എടുത്ത് പ്രഡിക്ഷൻ ചെയ്യും. അവിടെ കാർബൺ എമിഷൻ എത്രയുണ്ട്, ഫോറസ്റ്റേഷൻ, അവിടെ ലാൻഡ് സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുന്ന മറ്റൊരു AI. അതുപോലെ കുട്ടികൾക്ക് രുചിച്ച് പഠിക്കാൻ സാധിച്ചെങ്കിലേ അവരതിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുള്ളൂ. അപ്പോൾ അത്തരം കുട്ടികളെ അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത്, അവർ എന്താണ് ടേസ്റ്റ് ഉള്ളത്, അത് മനസ്സിലാക്കി പഠിപ്പിക്കാൻ ടീച്ചർമാരെ സഹായിക്കുന്ന മറ്റൊരു എഡ്യൂക്കേഷൻ AI. അതുപോലെ ഡെവലപ്പേഴ്സ് നമ്മളിന്ന് കാണുന്ന ഓരോ ആപ്പും കോഡ് ചെയ്ത് ഉണ്ടാക്കിയത് ചെറിയ സമയം കൊണ്ടല്ല, ഒരുപാട് സമയം എടുത്തിട്ടാണ്. അതുപോലെ ഒരുപാട് എറേഴ്സും അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിലോ അത് ഒറ്റ ക്ലിക്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു AI. HR, അതായത് പല സ്ഥാപനങ്ങളിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും ഓരോ സ്ഥാപനങ്ങളും. പക്ഷേ കോർപ്പറേറ്റ്സിൽ അവിടെ ഉണ്ടാവില്ല. അതുപോലെ ചാറ്റ് ബോട്ട്സ് ആയിരിക്കും. അവർക്ക് സാലറി കാര്യങ്ങൾ അറിയണമെങ്കിലോ, അവർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് കാര്യങ്ങൾ അറിയണമെങ്കിലോ, ലീവ് അപ്ലൈ ചെയ്യണമെങ്കിലോ, അതൊക്കെ ഒന്നോ രണ്ടോ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ചാറ്റിലൂടെയോ സംഭവം ലഭ്യവും. പല APIs ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ കൊച്ചി മെട്രോൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അവിടെ എന്ത് ചെയ്താൽ മതി, പോയിട്ട് വാട്സപ്പിൽ ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള സംഭവങ്ങൾ അവിടെ റെഡിയാണ്. അപ്പോൾ അതൊരു API ഇൻറ്റഗ്രേഷനാണ്, അതൊരു AI ആണ്, അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടാണ്. ടെക്നോളജി എവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയും, നമ്മുടെ നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതുണ്ടോ, അതിൽ നിങ്ങൾക്ക് തോന്നുന്ന സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ കമൻറ്റ് ചെയ്യും.